ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞ് നമ്മൾ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് ബ്രൈഡൊന്നും അല്ല കേട്ടോ, ഇത് എൻ്റെ ഫ്രണ്ടാണ് ആമിന. അപ്പം ആമിനയ്ക്ക് നമ്മളൊരു ഹിജാബി ലുക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം എനിക്ക് കുറച്ച് എൻക്വയറീസ് വന്നിട്ടുണ്ടായിരുന്നു, ഹിജാബി ലുക്ക് ചെയ്യുമോ എന്ന് ചോദിച്ചിട്ട്. അപ്പം ആ ഒരു വീഡിയോ ആണ് കേട്ടോ ഇത്. നമ്മളാദ്യം തന്നെ സ്കിന്നൊക്കെ ഒന്ന് വൈപ്പ് ചെയ്തു, എന്നിട്ട് ലിപ് ബാമൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ അടിച്ചിട്ടുള്ളത് മാക്കിൻ്റെ ഫിക്സ് പ്ലസ് പ്രൈമാണ് കേട്ടോ, പ്ലസ് പ്രൈമാണ് അടിച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് ഞാൻ മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവിടെ സ്കിന്ന് വന്നിട്ട് ഒരു കോമ്പിനേഷൻ സ്കിന്നാണ്. അപ്പോൾ നമ്മൾ എംബ്രോയിഡ്സിൻ്റെ മോയ്സ്ചറൈസറാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പം കുറേ പേര് ചോദിക്കുന്നുണ്ട് പ്രോഡക്ട്സുകൾ ഏതാണ് യൂസ് ചെയ്യുന്നതെന്ന്. അപ്പം നമ്മുടെ വീഡിയോ ഫുള്ളായിട്ട് കണ്ടാൽ മനസ്സിലാകും നമ്മൾ ഏതൊക്കെ പ്രോഡക്ട്സുകളാണ് യൂസ് ചെയ്യുന്നതെന്നുള്ളത് കേട്ടോ. ഞാനിപ്പോൾ ഓരോ പ്രോഡക്റ്റ്സ് അപ്ലൈ ചെയ്യുമ്പോഴും എല്ലാം പറഞ്ഞറിഞ്ഞിട്ടാണ് പോവുക. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായിട്ട് കാണാം കേട്ടോ. പിന്നെ കണ്ണിൻ്റെ മുകളിൽ നമ്മളൊരു സെറ്റഫിലിൻ്റെ മോയ്സ്ചറൈസറാണ് അപ്ലൈ ചെയ്ത് കൊടുത്തത്. പിന്നെ ഇത് വന്നിട്ട് ഒരു ഓയിലാണ്. അപ്പം ചെറിയൊരു ഡ്രൈനെസ് ഫീൽ ചെയ്തപ്പോഴത്തേക്കും ഒരു റോസ് ഗോൾഡ് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം എല്ലാം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഫേസിലേക്ക് അബ്സോർബ് ആക്കണം കേട്ടോ. പിന്നെ നമ്മൾ ഐബ്രോസിൽ സ്റ്റാർട്ട് ചെയ്തു. അപ്പം ബ്രൈഡൊന്നും അല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ ഐബ്രോസൊന്നും റേസ് ചെയ്തെടുത്തിട്ടില്ല. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഐബ്രോസൊക്കെ ഒന്ന് റേസർ യൂസ് ചെയ്തിട്ട് ഷേപ്പ് ചെയ്ത് ഫേസിലെ ഹെയർസ് കാര്യങ്ങളൊക്കെ റിമൂവ് ആക്കിയിട്ടാണ് നമ്മൾ ബ്രൈഡ്സിന് ചെയ്യുന്നത്. അപ്പം ഇത് ബ്രൈഡൊന്നും അല്ലാത്തതുകൊണ്ട് നമ്മൾ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. അപ്പം ഐബ്രോസ് ജസ്റ്റ് ഒന്ന് ഫിൽ ചെയ്ത് കൊടുത്തിട്ടേ ഉള്ളൂ. പിന്നെ കൺസീലർ യൂസ് ചെയ്തിട്ട് കൺസീൽ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം ഞാൻ യൂസ് ചെയ്യുന്ന കൺസീലർ വന്നിട്ട് PSCൻ്റെ കൺസീലറാണ് കേട്ടോ. അപ്പം ഞാൻ ഈ പ്രോഡക്റ്റ്സ് എവിടെ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നതെന്ന് കുറേ പേര് ചോദിക്കുന്നുണ്ട്. ഞാൻ അനീസ് ആൻഡ് സാരിയുടെ ഷോപ്പിൽ, അതുപോലെ നമ്മുടെ ലുലുവിൽ നൈക്ക എന്നൊക്കെയാണ് പർച്ചേസ് ചെയ്യുന്നത്. ലുലുവിൽ തന്നെ മാക്കിൻ്റെ സ്റ്റോറും ഉണ്ട് കേട്ടോ. അപ്പം ആമിനയും ഞാനും കോളേജ് മേറ്റ്സ് ആണ് കേട്ടോ. അപ്പം ഞങ്ങൾ കോളേജൊക്കെ കഴിഞ്ഞിട്ടുള്ള ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. വളവളാന്ന് സംസാരിക്കുന്നുണ്ട്, നോൺ സ്റ്റോപ്പാണ്. ഇതിപ്പം മേക്കപ്പ് തീരുന്നവർ ഇതുപോലെ സംസാരമായിരിക്കും ഞങ്ങൾ കാണുന്നുണ്ടാവുക. അപ്പോൾ ഞങ്ങൾ പഴയ ഓരോ കാര്യങ്ങളും ഇപ്പോഴത്തെ നമ്മുടെ ഓരോരോ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നതാണ് കേട്ടോ. പിന്നെ ഇപ്പം ഞാൻ യൂസ് ചെയ്തിട്ട് നമ്മുടെ ഹുദയുടെ സെറ്റിംഗ് പൗഡറാണ് കേട്ടോ. സെറ്റിംഗ് പൗഡർ യൂസ് ചെയ്തിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്തു. പിന്നെ നമ്മൾ ഐ ചെയ്തിരുന്നത് ഹുദയുടെ പാലറ്റാണ് യൂസ് ചെയ്തിട്ട്, നോട്ടിയുടെ പാലറ്റായിരുന്നു. നമ്മുടെ അതിൻ്റെ ക്ലിപ്സ് എങ്ങനെയോ മിസ്സായി. ഞാൻ ഫോണിൽ നിന്ന് എടുത്തിട്ട് അത് ഐപാഡിലേക്ക് മാറ്റിയിട്ട് അതിലാണ് എഡിറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പം അങ്ങനെ എന്തോ ചെയ്തപ്പോൾ മാറിപ്പോയതാണ്, മിസ്സായി പോയതാണ് കേട്ടോ. അപ്പം നമ്മൾ ഐ ചെയ്തത് നോട്ടിയുടെ പാലറ്റ്. എന്നിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കൺസീൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അവിടെ നമുക്ക് ഗ്ലിറ്റർ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമ്മൾ ഒരു ഗ്ലിറ്റർ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഗ്ലിറ്റർ ജിജിൻ്റെ ഒരു ഗ്ലിറ്ററാണ് കേട്ടോ. അതൊന്ന് ലൈറ്റായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് നമ്മുടെ അനീസ് ആൻഡ് സാരിയുടെ ഷോപ്പിൽ നിന്നാണ് കേട്ടോ, ലുലുവിലുള്ള. പിന്നെ ഇത് ഇൻഗ്ലോട്ടിൻ്റെ ഐ ജെല്ലാണ്. ഇൻഗ്ലോട്ടിൻ്റെ ഐ ജെല്ല് യൂസ് ചെയ്തിട്ട് ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിനെ നമ്മൾ ജസ്റ്റ് ഒരു ചെറിയൊരു ഷൂട്ട് പിന്നെ വീഡിയോ എടുക്കുന്ന പർപ്പസിന് വേണ്ടിയിട്ടായതുകൊണ്ട് ഭയങ്കര കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് ലൈൻ ചെയ്ത് പിന്നെ നമ്മൾ ലാഷ് വെച്ച് കൊടുക്കുന്നതേ ഉള്ളൂ. ലാഷ് വന്നിട്ട് യൂറോ പാരസിൻ്റെ ലാഷാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. യൂറോ പാരസിൻ്റെ ലാഷ് മാത്രമേ ഉള്ളൂ. 51, 54, 52 ആ ഒരു കാറ്റഗറിയിൽ വരുന്ന ഇതായിരിക്കും നമ്മൾ യൂസ് ചെയ്യുക കേട്ടോ. ലാഷുകളാണ് നമ്മൾ യൂസ് ചെയ്യുക. പിന്നെ ഇപ്പം യൂസ് ചെയ്തേക്കുന്നത് നമ്മൾ PSCൻ്റെ കൺസീലറാണ്. അപ്പോൾ നമ്മുടെ പ്രോഡക്ട്സിൻ്റെയൊക്കെ ഷെയ്ഡുകൾ ഏതാണെന്ന് കുറേ പേര് ചോദിക്കുന്നുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് ഷെയ്ഡുകൾ അറിയത്തില്ല. ഞാനത് വാങ്ങിക്കുമ്പോൾ നമ്മൾ നോക്കിയിട്ടുണ്ടെന്നല്ലാതെ എനിക്ക് കറക്റ്റ് ഏത് ഷെയ്ഡാണ് നമ്മൾ യൂസ് ചെയ്തതെന്ന് വീണ്ടും അതെടുത്ത് നോക്കിയാലേ അറിയത്തുള്ളൂ. അപ്പം നമ്മൾ എന്നാലും നമ്മുടെ പ്രോഡക്ട്സിൻ്റെയൊക്കെ ഒരു വീഡിയോ ഇടാം കേട്ടോ. നമ്മുടെ കയ്യിലുള്ള ഷെയ്ഡ്സുകൾ, ഫെയറിന് വേണ്ട ഷെയ്ഡ് ഏതാണ്, മീഡിയം ഷെയ്ഡ് ഏതാ വരിക, ഡാർക്കിന് ഷെയ്ഡ് ഏതാ വരിക എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ നമ്മൾ പുറകെ ഇടുന്നുണ്ടാവും. ഇനി അടുത്ത് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് നമ്മൾ എയർ ബ്രഷ് മേക്കപ്പാണ് കേട്ടോ ചെയ്യണത്. അപ്പോഴത്തേക്കും ആദ്യം നമ്മൾ ലൈറ്റ് കളർ കൺസീലർ യൂസ് ചെയ്തിട്ട് കണ്ണിൻ്റെ താഴെ ഒന്ന് കൺസീൽ ചെയ്തിട്ട് പിന്നീടാണ് കേട്ടോ എയർ ബ്രഷ് മേക്കപ്പിൻ്റെ പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നത്. അപ്പം ഞാൻ നമ്മുടെ ടാർക്കിൻ്റെ ഒരു കൺസീലർ യൂസ് ചെയ്തിട്ട് കണ്ണിൻ്റെ അടി കൺസീൽ ചെയ്ത് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് എയർ ബ്രഷിൻ്റെ പ്രോഡക്റ്റ് ഇട്ടിട്ട് എയർ ബ്രഷാണ് ചെയ്യണത്. എയർ ബ്രഷ് വന്നിട്ട് നമ്മൾ നന്നായിട്ട് പ്രോഡക്റ്റ് യൂസ് ചെയ്ത് ചെയ്യണം, എങ്കിൽ നമുക്ക് ആ ഒരു ഫിനിഷിങ് കാര്യങ്ങളെ വരത്തുള്ളൂ. ഇതിപ്പോൾ നമ്മൾ ബ്രൈഡ്സിന് ഇതിലും കൂടുതൽ പ്രോഡക്റ്റ്സ് യൂസ് ചെയ്യും. ഇതിപ്പം ഷൂട്ട് കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് നമ്മൾ കുറച്ച് പ്രോഡക്റ്റ്സ് യൂസ് ചെയ്തത് കേട്ടോ.
പിന്നെ ഇപ്പം ഞാൻ യൂസ് ചെയ്തത് നമ്മുടെ PSCൻ്റെ ഒരു ക്രീം ബ്ലഷാണ് കേട്ടോ. ഇത് വന്നിട്ട് നല്ലൊരു ബ്ലഷാണ്, നല്ലൊരു ക്രീം ബ്ലഷാണ്, നല്ലൊരു സോഫ്റ്റ് ലുക്ക് തരുന്ന ഒരു ബ്ലഷാണ്. പിന്നെ നമ്മൾ ലിപ്പൊന്ന് ജസ്റ്റ് ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വിചാരിച്ചു റെഡ് ഡ്രസ്സ് ആയതുകൊണ്ട് ഒരു ഡാർക്ക് കളർ ലിപ്പ് പോകാമെന്ന്. നമ്മളൊരു അത്യാവശ്യം ഒരു ഡാർക്ക് കളർ ലിപ്പാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ലിപ്പിൽ ചെറുതായിട്ട് നമ്മൾ ലിപ്പ് ഗ്ലോസും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ലാസ്റ്റ് നമ്മൾ സെറ്റിംഗ് സ്പ്രേ അടിച്ചിട്ടുണ്ട്, PSCൻ്റെ സെറ്റിംഗ് സ്പ്രേ ആണ്. പിന്നെ നമ്മൾ മേളിൽ യൂസ് ചെയ്ത് അതേ ഷെയ്ഡ് യൂസ് ചെയ്ത് താഴെ ഒന്ന് ജസ്റ്റ് ഒന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ താഴെ അങ്ങനെ ലൈൻ ചെയ്ത് കൊടുക്കാറില്ല, കൂടുതലും നമ്മളിങ്ങനെ സ്മഡ്ജ് ചെയ്ത് കൊടുക്കാറേ ഉള്ളൂ. പിന്നെ ഇപ്പം നമ്മൾ മസ്കാര ഇവിടെ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇത് മെബലൈൻ്റെ മസ്കാരയാണ്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യനാണ്, നമ്മൾ ഏത് ഹൈലൈറ്ററാണ് യൂസ് ചെയ്യുന്നത് നല്ലത്. ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്ന ഹൈലൈറ്റർ വന്നിട്ട് PSCൻ്റെ ഹൈലൈറ്ററാണ്. നേരത്തെ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ ആയിരുന്നു. അതിപ്പം അവൈലബിൾ അല്ല, ഔട്ട് ഓഫ് സ്റ്റോക്കാണ്. ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് PSCൻ്റെ ആണ് കേട്ടോ. പിന്നെ നമ്മൾ ജസ്റ്റ് ക്രീം ബ്ലഷിൻ്റെ മുകളിൽ കൂടെ ഒന്ന് പൗഡർ ബ്ലഷ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് വന്നിട്ട് K-Beautyൻ്റെ പൗഡർ ബ്ലഷാണ്. പിന്നെ ഇബയുടെ ഐലൈനർ യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് കോർണർ ഒന്ന് ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ മെയിൻ കണ്ടന്റിലേക്ക് വന്നു, ഹിജാബ് റോൾ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത്. ഹിജാബ് നമ്മൾ റോൾ ചെയ്യുന്നത് ഓരോരുത്തരുടെ ഫേസ് കാര്യങ്ങളൊക്കെ നോക്കി. ചിലവർക്ക് നെക്ക് ഫുള്ള് കവർ ചെയ്ത് വരണം എന്ന് പറയാറുണ്ട്, ചിലവർക്ക് നെക്കിലേക്ക് കയറ്റി ചെയ്ത് കൊടുത്താൽ മതി, ചിലവർ ഒരു നമ്മൾ നെക്ക് കട്ട് ചെയ്തേക്കുന്ന അവിടെ ഫുൾ കവർ ചെയ്തിട്ട് ചെയ്യണം എന്ന് പറയാറുണ്ട്. അപ്പോൾ നമ്മൾ അതിന് ബ്രൈഡിൻ്റെ ഒരു പ്രിഫറൻസ് അനുസരിച്ചിട്ടാണ് കേട്ടോ ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മളെ ഹെയറൊക്കെ നന്നായിട്ട് കോംബ് ചെയ്ത് ഞാനിപ്പം സെറ്റിംഗ് സ്പ്രേ അടിച്ച് നല്ലപോലെ ഒന്ന് ഒതുക്കി കൊടുത്ത് കോംബ് ചെയ്ത് ബാക്കിലത്തെ ഹെയർ നമ്മൾ ഒന്ന് ബൺ ചെയ്ത് യുപ്പിനൊക്കെ കുത്തി ബൺ ചെയ്ത് വെച്ച് എന്നിട്ടാണ് കേട്ടോ നമ്മൾ ഇതിൻ്റെ മുകളിലേക്കാണ് നമ്മൾ ടർബൺ കെട്ടുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു ഷോളിൻ്റെ ഉള്ളിലൂടെ കാണാത്തൊരു കളറ് ടർബൺ വേണം കെട്ടാൻ വേണ്ടിയിട്ട്. ഇപ്പം നമ്മുടെ ഹിജാബ് വന്നിട്ട് ഒരു വൈറ്റ് ആണെന്നുണ്ടെങ്കിൽ ഉള്ളിൽ നമ്മൾ കെട്ടുന്ന ടർബണം വൈറ്റ് ആയിരിക്കണം, അല്ലെന്നുണ്ടെങ്കിൽ ആ ഷെയ്ഡ് നമുക്കതിലൂടെ കാണാൻ പറ്റും. അപ്പം ചിലവർ വന്നിട്ട് ഇയേഴ്സ് കവർ ചെയ്തിട്ട് ടർബൺ കെട്ടാൻ പറയും, ചിലവർ ഇയേഴ്സ് വിട്ടിട്ട് ടർബൺ കെട്ടാൻ പറയും. അപ്പം നമ്മൾ ബ്രൈഡ്സിനോട് ചോദിക്കുക എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. എന്നിട്ട് അവർ പറയുന്ന പോലെ ഇപ്പം കവർ ചെയ്തിട്ട് കെട്ടണമെന്നുണ്ടെങ്കിൽ അങ്ങനെ, അല്ലെന്നുണ്ടെങ്കിൽ അത് വിട്ടിട്ട് കെട്ടുക. നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക, അത് ഒരു കാരണവശാലും ഊരി വരാൻ പാടില്ല. അപ്പോൾ നമ്മൾ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ബാക്കിലൊരു നോട്ടിട്ട് ടൈറ്റ് ചെയ്ത് കൊടുത്തിട്ട് ഇപ്പം ഞാൻ ചെയ്യുന്ന പോലെ ഓരോ സൈഡിലേക്കും എടുത്ത് മുകളിലേക്ക് കെട്ടി അത് ടർബനാക്കുകയാണ്. അപ്പോൾ നമ്മൾ ടർബനൊക്കെ കുത്തിയിട്ട് ജസ്റ്റ് ഒരു യൂപ്പിൻ വെച്ച് ജസ്റ്റ് ഒന്ന് സെക്യൂർ ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ സംസാരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കുന്നത് അവിടെ എൻ്റെ ഉമ്മച്ചിയും ഇക്കയൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ അവരായിട്ട് സംസാരിക്കുമ്പോൾ അങ്ങനെ ഞങ്ങൾ എന്തൊക്കെയോ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നോക്കുന്നത് കേട്ടോ. അപ്പം രണ്ട് സൈഡിലേക്കും നമ്മളതൊന്ന് എടുത്ത് ജസ്റ്റ് ഒന്ന് ഒരു ചെറിയൊരു ഹൈറ്റ് ഫീൽ ചെയ്യുന്നത് പോലെ നമ്മളൊന്ന് ടർബൻ കെട്ടി കൊടുക്കുന്നുണ്ട്. ടർബൻ കെട്ടുമ്പോൾ നന്നായിട്ടത് ടൈറ്റ് ചെയ്ത് ഊരി വരാത്തതുപോലെ വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ബാക്കി ടർബൻ്റെ പീസ് നമ്മൾ ഹെയറിൻ്റെ ഉള്ളിലേക്ക് കൊടുത്തിട്ട് ജസ്റ്റ് ഒരു യൂപ്പിൻ വെച്ച് സെക്യൂർ ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ നെറ്റിച്ചുട്ടിയൊക്കെ വെച്ച് കൊടുക്കുകയാണ്. അപ്പം നമ്മൾ ടർബൻ കെട്ടിയിട്ട് ടർബൻ്റെ മുകളിലാണ് ചുട്ടി വെച്ച് കൊടുക്കുന്നത്. നമ്മൾ ചുട്ടി വെച്ചിട്ട് അതൊരു സ്ലൈഡ് വെച്ചിട്ട് ടർബനിലേക്ക് ഒന്ന് കുത്തി കൊടുക്കുന്നുണ്ട്, അത് അവിടെ തന്നെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ 2 പിൻ യൂസ് ചെയ്ത് ക്രോസ് ചെയ്ത് കുത്തി കൊടുക്കണം. പിന്നെ നമ്മൾ അത് കഴിഞ്ഞിട്ട് ഹിജാബ് റോൾ ചെയ്യുന്നത്. അപ്പം നമ്മുടെ ഡ്രസ്സിൻ്റെ കളറൊന്നും ഷാൾ നമുക്ക് കിട്ടിയില്ല, ആ കളർ തപ്പിപ്പോയിട്ടൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം നമ്മുടെ കയ്യിലുള്ള ഏകദേശം മാച്ചാകുന്ന ഒരു കളറ് ഇതായിരുന്നു. അപ്പോൾ നമ്മൾ ഇത് വെച്ചിട്ട് കെട്ടി കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇതിൻ്റെ ഒരു ടെക്സ്ചറും വന്നിട്ട് വേറെയാണ്. നമുക്ക് ശരിക്കും വേണ്ടത് ഹിജാബ് റോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ജോർജറ്റിൻ്റെ മെറ്റീരിയലാണ് കേട്ടോ. എന്ന് ഭയങ്കര ലൂസായിട്ട് കിടക്കുന്ന ഭയങ്കര ഒഴുകി കിടക്കുന്ന ഷിഫോണ് ജോർജറ്റ് അല്ല വേണ്ടത്, കുറച്ചൊരു സ്റ്റിഫായിട്ട് നിൽക്കുക, നമുക്ക് ഈ ഒരു പോയിൻ്റൊക്കെ ഒന്ന് കിട്ടുന്ന രീതിയിലുള്ള ജോർജറ്റാണ് പറയുക. ഞാൻ കൂടുതലും ഹെവി ജോർജറ്റ് അല്ലെങ്കിൽ ഹെവി ഷിഫോൺ അങ്ങനത്തെ മെറ്റീരിയൽ എടുക്കാനാണ് കേട്ടോ പറയുക.
അതുപോലെ തന്നെ നമ്മൾ ഹിജാബ് എടുക്കുമ്പം അതിൻ്റെ ലെങ്ത്, അതിൻ്റെ വിഡ്ത്ത് ഒക്കെ ഒരു മാറ്ററാണ്. ചിലരിത് തുണി കളറ് കിട്ടാഞ്ഞിട്ട് മുറിച്ചെടുക്കാറുണ്ട് മെറ്റീരിയൽ. അങ്ങനെ മുറിച്ചെടുക്കുമ്പം ഇതിൻ്റെ വിഡ്ത്ത് കൂടുതലായിരിക്കും. അങ്ങനെ വിഡ്ത്ത് കൂടുതൽ വരുമ്പോഴത്തേക്കും നമുക്കിതിനെ റോൾ ചെയ്യാൻ ഭയങ്കര പാടാണ്. നമുക്ക് എക്സസ് ആയിട്ടുള്ളതെല്ലാം റോൾ ചെയ്ത് വെക്കുക എന്നുള്ളതല്ലാതെ വേറെ ഓപ്ഷനില്ല. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ഹിജാബ് ഭയങ്കര ഓവറായിട്ട് ഫീൽ ആവും. മീൻസ് ഒത്തിരി കഴുത്തിൻ്റെ അവിടെയൊക്കെ ഒരുപാടായിട്ട് വരും. അപ്പം നമുക്ക് ഈയിടെ ഒക്കെ ഒരു ബ്രൈഡ് ഉണ്ടായിരുന്നു അങ്ങനെ. അപ്പം കൂടുതലും ബ്രൈഡ്സ് ഒന്ന് ശ്രദ്ധിക്കുക. ഇതിൻ്റെ വിഡ്ത്ത് നിങ്ങൾ നിങ്ങളുടെ കയ്യിലുള്ളൊരു ഹിജാബ് എടുത്തിട്ട് അതിൻ്റെ ആ ഒരു വിഡ്ത്തും അതിൻ്റെ ആ ഒരു ലെങ്തിലേക്കും ഇതിനെ ഒന്ന് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. പിന്നെ നമ്മൾ ബ്രൈഡിനോട് തന്നെ പറയുക, കഴുത്തിൻ്റെ ഇവിടെ അവരുടെ ആ ഒരു ടൈറ്റ് അവർക്കൊരു കംഫർട്ടായിട്ടുള്ള രീതിയിൽ ഇവിടെ ഒന്ന് പിൻ ചെയ്യാൻ വേണ്ടി അവരോട് തന്നെ നമ്മൾ പറയുക. നമ്മളത് പിൻ ചെയ്തിട്ട് ചിലപ്പോൾ അത് ലൂസാവാൻ സാധ്യതയുണ്ട്. അത് അല്ലെങ്കിൽ അവർക്ക് ചിലപ്പോൾ ഭയങ്കര ടൈറ്റായി പോവും. അതുകൊണ്ടാണ് നമ്മൾ ബ്രൈഡിനോട് തന്നെ അവർക്ക് കംഫർട്ടായിട്ടുള്ള രീതിയിൽ അത് കുത്താൻ പറയുന്നത് കേട്ടോ. എന്നിട്ട് നമ്മളിപ്പം ഇതിൽ കാണിക്കുന്ന പോലെ തന്നെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വലിച്ചെടുത്തിട്ട് ചെറിയ ചെറിയ പ്ലീറ്റ്സ് പോലെ ഒന്നാക്കി കയ്യിൽ പിടിച്ചിട്ട് നമ്മൾ നല്ല മുറുക്കി ടൈറ്റ് ചെയ്ത് ബാക്കിൽ പിൻ ചെയ്ത് വെക്കുകയാണ് ചെയ്യുക. അപ്പം നമ്മൾ നെക്ക് കവർ ചെയ്തിട്ട് ഫ്രണ്ട് പോർഷനൊക്കെ കവർ ചെയ്തിട്ടല്ല ചെയ്യുന്നത്. നമ്മൾ ജസ്റ്റ് നെക്കിൻ്റെ എല്ലാം കൂടെ തന്നെ റൗണ്ട് ചെയ്ത് താഴേക്കുള്ളത് കവർ ചെയ്യാതെ അങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിതുപോലെ റോൾ ചെയ്തെടുത്തിട്ട് അവിടെ മഫ്താപ്പിനൊക്കെ കുത്തി സെക്യൂർ ചെയ്യുന്നുണ്ട്. പിന്നെ എപ്പോഴും നമ്മൾ ഹിജാബ് ചെയ്യുമ്പോഴത്തേക്കും നന്നായിട്ട് ടൈറ്റ് ചെയ്തിട്ട് വേണം ചെയ്യാൻ. കാരണം ഈ ബ്രൈഡ്സ് കുറേ സംസാരിക്കുകയോ അല്ലെങ്കിൽ ഫുഡ് കഴിക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ഇങ്ങനെ ഇളകിയിട്ട് ഇവിടെയൊക്കെ ലൂസാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ നന്നായിട്ട് ടൈറ്റ് ചെയ്തിട്ട് ചെയ്യണം എന്ന് പറയുന്നത്. പിന്നെ ഇതെല്ലാം എക്സസ് ആയിട്ട് വന്നിട്ടുള്ളത് ഇങ്ങനെ ബാക്കിലേക്ക് എടുത്തിട്ട് ബാക്കിൽ നമ്മൾ പിന്നെ പിന്നോ അല്ലെങ്കിൽ സേഫ്റ്റി പിന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കുത്തിയിട്ട് ഒന്ന് സെക്യൂർ ചെയ്യണം. ഞാൻ കൂടുതലും സേഫ്റ്റി പിന്നാണ് യൂസ് ചെയ്യുന്നത്. മറ്റേ ചെറിയ പിന്നിനെക്കാട്ടിലും സേഫ്റ്റി പിൻ വെച്ചിട്ട് ഒന്ന് അവിടെ ബാക്കിലേക്കൊന്ന് ടൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ബാക്കി അപ്പുറത്തെ സൈഡിലും ഒന്ന് ഇതുപോലെ തലയിൽ കൂടെ റൗണ്ട് ചെയ്തപ്പം ഭയങ്കര ഓവറായിട്ട് ഫീൽ ചെയ്തു. അപ്പം നമ്മൾ വിചാരിച്ചു എന്നാൽ ബാക്കിലേക്ക് തന്നെ ഇടാം. ഈ ഒരു ഹിജാബിന് വന്നിട്ട് കുറച്ചൊരു ലെങ്ത് കൂടുതലാണ് കേട്ടോ. നോർമൽ നമ്മുടെ ഹിജാബിനെക്കാട്ടിലും ചെറിയൊരു ലെങ്ത് കൂടുതലാണ്. പിന്നെ ഇതൊന്ന് വലിയുന്ന ഒരു മെറ്റീരിയലൂടെയാണ്. പിന്നെ നമ്മൾ വിചാരിച്ചു എന്നാൽ ഇതൊന്ന് ഒന്നും കൂടെ കഴുത്തിൽ കൂടെ ഒന്ന് ചുറ്റിയെടുക്കാമെന്ന്. അങ്ങനെ ജസ്റ്റ് ഒന്നും കൂടെ ചുറ്റിയെടുത്തിട്ട് അത് നമ്മൾ ബാക്കിലുള്ള ബാക്ക് മെറ്റീരിയലിൻ്റെ കൂടെ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ വെച്ചിട്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ സേഫ്റ്റി ബോൾ പിന്ന് കുത്തുമ്പോഴത്തേക്കും ഒന്ന് സൂക്ഷിച്ച് കുത്തുക. ബ്രൈഡിൻ്റെ ചെവിയിലൊന്നും കൊള്ളാണ്ട് സൂക്ഷിച്ച് കുത്തുക. അതുപോലെ നല്ലപോലെ കുത്തി സെക്യൂർ ചെയ്തില്ലാന്നുണ്ടെങ്കിൽ ഇത് കുറച്ച് കഴിയുമ്പോൾ ലൂസായിട്ട് ഊരി വരും. അപ്പം അതിങ്ങനെ സെക്യൂർ ചെയ്ത് വേണം കേട്ടോ വെക്കാൻ. പിന്നെ നമ്മളിത് ഓർണമെൻറ്റ്സൊക്കെ വന്നിട്ട് നോക്കുകയാണ്. നമ്മുടെ കയ്യിലുള്ള ഓർണമെൻറ്റ്സൊക്കെ നമ്മൾ വെച്ച് നോക്കുകയാണ്. നമ്മുടെ കയ്യിൽ ഈ ഒരു കളറില്ല. അപ്പം നമ്മുടെ കയ്യിലുള്ളതൊക്കെ വെച്ച് നോക്കുന്നുണ്ട്. പിന്നെ നമ്മളിത് ഈ ഒരു ചെറുത് വെച്ച് നോക്കുന്നുണ്ട്. അപ്പം ഇത് അത്രയ്ക്കും അവിടെ സ്യൂട്ട് ആവുന്നില്ല എന്ന് തോന്നി. പിന്നെ നമ്മുടെ കയ്യിൽ ഒരു ഗ്രീൻ കളർ ഉണ്ടായിരുന്നു. അപ്പം ആ ഗ്രീൻ കളറും വെച്ച് നോക്കുന്നുണ്ട്. അപ്പം അതും ചേരണില്ല. പിന്നെ നമ്മൾ നമ്മൾ ആദ്യം വെച്ച് നോക്കിയ ആ ഒരു റെഡ് കളർ, ഒരു ഡാർക്ക് മെറൂൺ കളറിലേക്ക് തന്നെ തിരിച്ചു വന്നിരിക്കുകയാണ്. അപ്പം നമ്മൾ ഇത് നെക്ക് ഇപ്പം നമുക്ക് ഈ ഒരു നെക്ക് പീസ് വന്നപ്പോഴേക്കും നമ്മുടെ നെക്കൊക്കെ വന്നിട്ടൊന്ന് കവറായിട്ടുണ്ട് കേട്ടോ. അപ്പം അങ്ങനത്തെ ഒരു വലിയ നെക്ക് പീസ് ആണെന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ നമ്മൾ ആ ഒരു നെക്ക് പീസ് ഇടുമ്പോൾ തന്നെ നമുക്ക് നെക്ക് ഫുള്ള് കവറാവും. അങ്ങനെ ഹിജാബ് സെറ്റിങ്ങൊക്കെ കഴിഞ്ഞ് നമ്മളിത് ഷോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഷോളും അതുപോലെ തന്നെ നമ്മൾ ബോൾ പിൻ യൂസ് ചെയ്തിട്ട് ഒന്ന് സെക്യൂർ ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പം ഹിജാബ് അല്ലാത്ത ഹെയറിലൊക്കെ ആണെങ്കിൽ നമ്മൾ ഹെയർ പിന്നും പിന്നൊക്കെ യൂസ് ചെയ്തിട്ടായിരിക്കും വെക്കുക. അപ്പം ഇതിൽ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല. അതുകൊണ്ട് നമ്മൾ ബോൾ പിൻ വെച്ചിട്ട് മാക്സിമം നന്നായിട്ട് സെക്യൂർ ചെയ്ത് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ആ വെയിറ്റിൽ ഇത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ബാക്കിലേക്ക് വരും. പിന്നെ നമ്മളൊരു സൈഡ് ഷോളും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. സൈഡ് ഷോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ബാക്കിലേക്ക് ഡ്രൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ.
അപ്പം ഇതാണ് നമുക്ക് ഫൈനൽ വരുന്നത്. ഒരു ചെറിയൊരു എയർ ബ്രഷൊക്കെ ചെയ്ത് നമ്മുടെ ഒരു ഹിജാബി ലുക്ക് വരുന്ന ഇതാണ് കേട്ടോ. പിന്നെ ആൾക്ക് നമ്മൾ ഫേസിൽ വന്നിട്ട് ഹെയർസ് ഒന്നും റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഒരു ചെറിയൊരു ബ്ലാക്ക് അടിച്ച് നിൽക്കുന്നത് ചെറുതായിട്ട്. നമ്മൾ ഹെയർസ് ബ്രൈഡ്സിനാണെങ്കിൽ നമ്മൾ ഹെയർ കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്തിട്ടായിരിക്കും ചെയ്യുന്നുണ്ടാവുക. അപ്പം ആ ഒരു ബ്ലാക്കൊന്നും നമുക്ക് വരത്തേയില്ല. ഇതിപ്പം ജസ്റ്റ് നിങ്ങൾക്ക് വീഡിയോ കാണിക്കാൻ വേണ്ടിയിട്ടായതുകൊണ്ടാണ് കേട്ടോ. അപ്പം ഇത് നമ്മൾ പുതിയൊരു കണ്ണാടി വാങ്ങിച്ചതിൻ്റെ ഷോയാണ്. അങ്ങനെ നമ്മുടെ ബ്രൈഡല്ല ആമിന റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. ഫോട്ടോഗ്രാഫേഴ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ ആൾ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഫോട്ടോഗ്രാഫേഴ്സ് എടുത്ത ഫോട്ടോസൊക്കെ നമ്മൾ ഈ വീഡിയോൻ്റെ ഏറ്റവും ലാസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഹിജാബൊക്കെ മാറ്റിയിട്ട് ജസ്റ്റ് ഒന്ന് ഈ ഒരു സ്റ്റൈലിൽ വെച്ച് നോക്കിയതാണ് കേട്ടോ. പിന്നെ ഇത് ഞങ്ങൾ രണ്ടുമാണ്. മിറർ സെൽഫി, മിറർ വീഡിയോസൊക്കെ എടുക്കാതെ വിടാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇതാണ് നമ്മുടെ വീഡിയോ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.